അക്ഷരം കൊണ്ട് മായാജാലം തീർത്ത ഗിരീഷ് പുത്തഞ്ചേരി മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഗാനരചയിതാവാണ്. മനസ്സിൻ്റെ മണിച്ചിമിഴിൽ പനിനീർത്തുള്ളിപ്പൂവിൽ തങ്ങി നിൽക്കുന്നുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ. മലയാളിക്ക് പാട്ടുകളുടെ വസന്തം സമ്മാനിച്ച എഴുത്തുകാരൻ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 15 വയസ്സ്. തുറന്നിട്ട ജനാലയിലൂടെ നിലാവ് കടന്നുവരും പോലെ, നനുത്ത കാറ്റുപോലെ ഹൃദയത്തിൽ വന്നു തൊടുന്ന മനോഹരമായ പാട്ടുകളിലൂടെ ഗിരീഷ് പുത്തഞ്ചേരി ഇന്നും ജനലക്ഷങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. എക്കാലവും മലയാളികൾക്ക് നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന നിരവധി ഗാനങ്ങൾ സമ്മാനിച്ചാണ് 2010 ഫെബ്രുവരി 10 യാത്ര പോലും ചോദിക്കാതെ പുത്തഞ്ചേരി പടിയിറങ്ങിപ്പോയത്. വിടവാങ്ങി വർഷങ്ങൾ കഴിയുമ്പോഴും മനോഹരമായ പാട്ടുകളിലൂടെ ആ അതുല്യ കലാകാരൻ ഇന്നും മലയാളികളുടെ മനസ്സിലുണ്ട്. ആകാശവാണിയിൽ ലളിതഗാനങ്ങൾ രചിച്ചാണ് ഗിരീഷ് പുത്തഞ്ചേരി പാട്ടെഴുത്തിന് തുടക്കമിടുന്നത്. പിന്നീട് ചലച്ചിത്രരംഗത്തേക്ക് കടന്നു വന്നു. 2 പതിറ്റാണ്ടിനിടെ മലയാളികൾ ഹൃദയത്തിലേറ്റിയ 1500-ലേറെ പാട്ടുകൾ അദ്ദേഹം എഴുതി. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആ സർഗപ്രതിഭ നമുക്ക് സമ്മാനിച്ചത് പാട്ടിൻ്റെ വസന്തമാണ്. പ്രണയവും വിരഹവും വാത്സല്യവും നിറഞ്ഞ വരികളിലൂടെ ആ പാട്ടുകളൊക്കെയും സൂപ്പർ ഹിറ്റുകളായി മാറി. നാടകരംഗത്ത് സജീവമായിരിക്കെ രഞ്ജിത്ത് തിരക്കഥയെഴുതി IV ശശി സംവിധാനം ചെയ്ത ദേവാസുരം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയാണ് മലയാള സിനിമയുടെ ഗിരീഷ് പുത്തഞ്ചേരി എത്തുന്നത്. MG രാധാകൃഷ്ണൻ സംഗീത സംവിധാനം നിർവഹിച്ച ദേവാസുരത്തിലെ സൂര്യകിരീടം വീണുടഞ്ഞു എന്ന ഗാനം സൂപ്പർ ഹിറ്റായി മാറിയതോടെ മലയാള സിനിമാ ഗാനശാഖയിലും ഗിരീഷ് പുത്തഞ്ചേരി എന്ന പേര് സൂപ്പർ ഹിറ്റായി മാറി. AR റഹ്മാൻ, ലക്ഷ്മികാന്ത് പ്യാരേലാൽ, ഇളയരാജ, രവീന്ദ്രൻ മാസ്റ്റർ തുടങ്ങി ഒട്ടേറെ പ്രമുഖരുടെ ഈണങ്ങൾക്ക് ഗിരീഷ് പുത്തഞ്ചേരി ഗാനങ്ങൾ എഴുതി. സമ്മറിൻ ബദ്ലഹേമിലെ ഒരു രാത്രി കൂടി വിടവാങ്ങവേ, എത്രയോ ജന്മമായി, പ്രണയവർണ്ണങ്ങളിലെ കണ്ണാടിക്കൂടും കൂട്ടി, മീശമാധവനിലെ കരിമിഴിക്കുരുവിയെ കണ്ടീല, 6-ാം തമ്പുരാനിലെ ഹരിമുരളീരവും, കന്മദത്തിലെ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേയും, മൂവന്തി താഴ്വരയിലും, ബാലേട്ടനിലെ ഇന്നലെ എൻ്റെ നെഞ്ചിലെ, മാടമ്പിയിലെ അമ്മമഴക്കാറ് എന്നിങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒട്ടേറെ ഗാനങ്ങളാണ് പുത്തഞ്ചേരി മലയാളിക്ക് സമ്മാനിച്ചത്. 300-ൽ പരം ചലച്ചിത്രങ്ങൾക്ക് ഗാനരചനകൾ അദ്ദേഹം നിർവഹിച്ചു. 7 തവണ ഏറ്റവും നല്ല ഗാനരചയിതാവിനുള്ള കേരള സർക്കാരിൻ്റെ പുരസ്കാരവും ലഭിച്ചു. ഒട്ടനവധി അവാർഡുകൾ വേറെയും അദ്ദേഹത്തെ തേടിയെത്തി. മേലെ പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിൻ്റെ കഥയും, കിന്നരിപ്പുഴയോരം, പല്ലാവൂർ ദേവനാരായണൻ, വടക്കുംനാഥൻ എന്നീ ചിത്രങ്ങൾക്ക് തിരക്കഥയും സംഭാഷണവും രചിച്ചു. തനിച്ചല്ല, ഷഡ്ജം എന്നീ 2 കവിതാ സമാഹാരങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ഒരു മനുഷ്യായുസിൻ്റെ ഓരോ ഘട്ടങ്ങളും പുത്തഞ്ചേരിയുടെ പാട്ടുകളിൽ എന്നും നിറഞ്ഞു നിന്നിരുന്നു. പിന്നെയും പിന്നെയും ആരോക്കിനാവിൻ്റെ, മറന്നിട്ടുമെന്തിനോ കാത്തിരിപ്പൂ കൺമണി, ഒരു രാത്രി കൂടി വിടവാങ്ങവേ മുതലായ ഗാനങ്ങൾ പ്രണയവിരഹങ്ങളുടെ നോവിനെ കൃത്യമായി പകർത്തി. കളവം തരാം, കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ തുടങ്ങിയ ഗാനങ്ങളിൽ ഭക്തി നിറഞ്ഞൊഴുകി. അമ്മ മഴക്കാറിന് കണ്ണിറഞ്ഞു, ഇന്നലെ എൻ്റെ നെഞ്ചിലെ തുടങ്ങിയ ഗാനങ്ങൾ അച്ഛനോടും അമ്മയോടുമുള്ള സ്നേഹാദരങ്ങളുടെ ആഴം വ്യക്തമാക്കി. അങ്ങനെ മലയാളികളുടെ സകല വികാരങ്ങളും തീവ്രത ചോരാതെ പകർത്തുന്നതിൽ ഗിരീഷ് പുത്തഞ്ചേരിക്ക് ഇന്നും ഒരു പകരക്കാരനില്ല.